ഗുരുവിൻ്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. യേശു പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ, നിത്യജീവൻ അവകാശമാക്കുവാൻ പ്രധാനമായും വേണ്ടത് ഈ പ്രമാണങ്ങൾ അനുസരിക്കുക എന്നാണെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. നാഥ, ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഈ പ്രമാണങ്ങൾ ഏതെങ്കിലും ലംഘിക്കുവാൻ ഇടയായിട്ടുണ്ട് എങ്കിൽ അങ്ങയുടെ കരുണയാൽ ഞങ്ങൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കണമേ. കരുണയും കൃപയും നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിരിമാനായ മറിയൂസേപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി